ഹായ്. ഈ ഒരു കാര്യം വീഡിയോ ആയിട്ട് തന്നെ ചെയ്താലേ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തുകയുള്ളൂ. അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് ആർക്കെങ്കിലും ഉപകാരമുള്ളതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇത് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ മാത്രമാണ്. എൻ്റെ കർമ്മബന്ധത്തിലൂടെയുള്ള പെങ്ങളാണ് നമ്മുടെ ഷെമി ശ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ ഒരു യൂട്യൂബ് ജേണി തുടങ്ങിയ കാലം മുതൽ എനിക്ക് കിട്ടിയ ഒരുപാട് എനിക്ക് കിട്ടിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്നേഹബന്ധങ്ങളാണ്. എൻ്റെ സ്നേഹബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരിൽ നിന്നോ അവർ എന്നിൽ നിന്നോ യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് വന്നു ചേർന്നതാണ് എൻ്റെ സ്നേഹബന്ധങ്ങൾ എന്നുള്ളത്. എന്നിൽ നിന്നും പലതും ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ വഴി എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും പുറത്തു പോയിട്ടുമുണ്ട്. അപ്പോൾ ഷെമി ശ്യാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, എനിക്ക് അവരുടെ ഐഡൻറ്റിറ്റി അറിയില്ല, എനിക്ക് അവരാരാണെന്നറിയില്ല, എനിക്ക് അറിയുകയും വേണ്ട. പക്ഷെ ഞാൻ അവരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എനിക്ക് തരുന്ന ഉപദേശങ്ങളിലൂടെ, അവർ എനിക്ക് തരുന്ന മെസ്സേജുകളിലൂടെ, അവർ എന്നെ അന്വേഷിക്കുന്ന ഓരോ അന്വേഷണങ്ങളിലൂടെ, അവരുടെ സുഖ അന്വേഷണങ്ങളിലൂടെ ഒക്കെ അവർ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ്. ഈ ഷെമി ശ്യാം എന്ന് പറയുന്ന ആൾ ഒരിക്കലും എന്നോട് കളവ് പറയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന് വലിയ വിലയുണ്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആൾക്കാരും എൻ്റെ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് മാത്രം പുറത്തു പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഷെമി ശ്യാമിന് മാനസികമായിട്ട് വിഷമം തോന്നുന്ന ഒരു വിഷയം ഇപ്പോൾ കുറച്ച് നാളുകൾ ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെമി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവളുടെ ദേഷ്യവും വാശിയും എല്ലാം അവൾ എന്നോട് പ്രകടിപ്പിക്കും. കാരണം ഞാൻ അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാശിയും ദേഷ്യവും ഒക്കെയും ഞാനും ഷെമിയോട് പ്രകടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ പേഴ്സണലി കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരല്ല. അവളുടെ നമ്പരോ അവളുടെ സ്വരമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അവൾക്കൊരു രൂപമുണ്ട്, അവൾക്കൊരു ഭാവമുണ്ട്. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതിന് വലിയ വാല്യൂ ഉണ്ട്. അതിനൊരു രൂപമോ ഭാവമോ നമ്മൾ പറയില്ലേ, സ്നേഹത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു വിഷയമാണ്. എൻ്റെ ഈ യൂട്യൂബ് ജേണിയിലൂടെ ഞാൻ നേടിയെടുത്തതും ഈ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഷെമി ശ്യാമിന് മനസ്സിന് വിഷമം തട്ടിയത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്നേഹിതരായി കൊണ്ടു നടന്ന ചില ആളുകളെ ഇപ്പോൾ എൻ്റെ ശത്രു ലിസ്റ്റിലേക്ക് വിടുകയും ഞാൻ എൻ്റെ ശത്രുക്കളായി കൊണ്ടു നടന്ന കുറേ അധികം ആളുകളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഷെമിയുടെ ഒരു വാദം. ഷെമി അത് ശരിയല്ല. കാരണം ഞാൻ വിമർശിച്ചത് 3 പേരാണ്. ഇവർ 3 പേരെയും എനിക്ക് ഇഷ്ടമുള്ള ആളുകളാണ് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഒന്ന് നമ്മുടെ ഷാജിദ ഷാജിയെ ഞാൻ വിമർശിക്കാനുണ്ടായ കാരണം, പുള്ളിക്കാരത്തിയെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി ഫോൺ എടുത്തിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ആശയം അവളിലേക്ക് എത്തിക്കാൻ ഈ ഒരു വിമർശന മാർഗം മാത്രം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾ ആദ്യം അതൊന്നും മനസ്സിലാക്കുക. ഞാനൊരു ഫാമിലി വ്ളോഗർ ആണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഓർമ്മകളെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു വേറൊരു ലോകത്തേക്കാണ് ചെന്നടുത്തിരുന്നത്. അത് മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലുടമ നജിലയെ വിമർശിച്ചതിലൂടെയാണ് ഞാൻ അങ്ങനെ ഒരു ഇമേജിലേക്ക് വന്നത് തന്നെ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരെ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഈ ഒരു മീഡിയയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരുപാട് അസറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഷെമി ശ്യാമിലേക്ക് വരുന്നു. ഷെമിയോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നജിലയായിരുന്നാലും ഞാൻ വിമർശിച്ച ആരും തന്നെ എൻ്റെ ശത്രു അല്ല എന്നുള്ളത് എൻ്റെ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നജില ചെയ്ത ഒരു തെറ്റ് ആയിട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റെന്ന് പറയുന്നത് എൻ്റെ അമ്മയെ ഡ്രാക്കുള എന്ന് വിളിച്ചത് മാത്രമാണ്. അപ്പം അതിനുള്ള ക്ലാരിഫിക്കേഷനൊക്കെ നജില എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ പൊരുത്തം ചോദിച്ചു, ഞാൻ നജിലയെ പൊരുത്തം ചോദിച്ചു വിളിച്ചു മറ്റുള്ളവരെ പോലെ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നജിലയെ കോണ്ടാക്ട് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്കറിയാം. എന്നെ നിരന്തരം വീക്ഷിക്കുന്ന ആളുകൾക്ക് നന്നായി അറിയാം. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നജിലയെ വിളിച്ചതും. നജിലയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ആയിട്ടുണ്ട്.
പല കാര്യങ്ങളും അവൾക്ക് ചെയ്യേണ്ടുന്ന ഒരു നിർബന്ധിത ഘട്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ അവളെ മനസ്സിലാക്കിക്കൊണ്ട് അവളുമായി അവളുടെ ഒരു വീഡിയോ ഇനി ഞാൻ ചെയ്യില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലരും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നു കൊണ്ട് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു നജില ചെയ്തതെല്ലാം ശരിയാണ് എന്ന് ബീൻ ഫാമിലിക്ക് മനസ്സിലായി എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ബീൻ ഫാമിലി നജിലയെ കോണ്ടാക്ട് ചെയ്തത് സന്ധി സംഭാഷണത്തിനോ പൊരുത്ത കച്ചവടത്തിനോ അല്ല. അന്ന് നജില ഒരു വല്ലാത്ത സൂയിസൈഡ് പോയിന്റിൽ നിന്ന സമയത്താണ് ഞാൻ നജിലയെ കോണ്ടാക്ട് ചെയ്യുന്നത്. നജില മനസ്സ് തുറന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ മാനുഷികപരമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇനി അവളെ വിമർശിക്കില്ല എന്ന ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് എന്നത് മാത്രമാണ്. എന്ന് പറഞ്ഞ് നജില എൻ്റെ സുഹൃത്തല്ല, നജില എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളല്ല, അങ്ങനെ നജിലയുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അങ്ങനെ കരുതുന്നുണ്ടാകും. പക്ഷെ അത് തെറ്റല്ല. ഇത് ഞാൻ പറയാൻ കാരണം ഒരു ഷാഹിന KK എന്ന് പറയുന്ന ഒരാൾ മറ്റൊരു ലൈവിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടത് കൊണ്ടാണ്. അതായത് നിലപാടില്ല, നജില എന്നെ സുഹൃത്തായി സ്വീകരിച്ചു എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും കൺവിൻസ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ എടുത്ത തീരുമാനമാണ് നജിലയെ ഇനി വിമർശിക്കില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞ് അത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നാളെ ചിലപ്പോൾ എനിക്ക് വിമർശിക്കാൻ തോന്നിയാൽ ഞാൻ ചിലപ്പോൾ വിമർശിക്കും. അപ്പോൾ പൊരുത്ത കച്ചവടം ഒന്നും അവിടെ നടന്നിട്ടില്ല. ഇനി ഷെമി പറയുന്ന എൻ്റെ സുഹൃത്തുക്കളായിരുന്നവരെ ഞാൻ തള്ളിക്കളഞ്ഞു എന്നുള്ളത്, അവിടെ ഒരു വിഷയമുണ്ട് ഷെമി. അവർ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് മാഞ്ഞു പോയിരിക്കുന്നത്. അവർ എന്നെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഇപ്പോൾ നജില ആയിരുന്നാലും ഈ പറയുന്ന ജസ്റ്റ് റിലാക്സ്, സൂഫി സഫർ, ഇവരൊന്നും തന്നെ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാനുള്ള ഒരു ബന്ധം അവരും ഞാനും തമ്മിലില്ല. കാരണം അവരെ ഞാൻ കാണുന്നത് തന്നെ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളായിട്ടാണ്. അവരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് തന്നെ അവർ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളായിട്ടാണ്. അതായത് അവർ വിമർശിച്ചുകൊണ്ടും എന്നെ പഴി പറഞ്ഞുകൊണ്ടും എന്നെ തെറി വിളിച്ചുകൊണ്ടുമാണ് അവർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്നെ സ്നേഹിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. എന്നെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവർക്ക് എന്നെ നന്നായി അറിയാമായിരുന്നിടത്ത് നിന്ന് എനിക്ക് എവിടെ തൊട്ടാൽ വേദനിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പോയിന്റിൽ വെച്ച് തന്നെ അവർ എന്നെ വേദനിപ്പിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. അത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ഞാനുമായിട്ട് റിലേഷനുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെ ഞാൻ സ്നേഹബന്ധത്തിലായിരുന്നവരെയാണ് ശത്രു ലിസ്റ്റിലേക്ക് മാറ്റിയത് എങ്കിൽ ഒരിക്കലും അവരുമായി പിന്നീട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അത് ഷെമി മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നിൽക്കുന്ന എൻ്റെ സ്നേഹബന്ധത്തിലൂടെ എൻ്റെ ശത്രുക്കളായവർ പിന്നീട് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അവർ ഇല്ലാതാക്കിയത് എൻ്റെ ഉള്ളിലെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇനി ഉള്ളതെന്ന് പറയുന്നത് ജസ്റ്റ് റിലാക്സിൻ്റെ കാര്യമാണ്. ഈ ജസ്റ്റ് റിലാക്സ് എന്ന് പറയുന്ന പെണ്ണ് അതൊരു സ്ത്രീയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്നു വരുന്നത്, സൗഹൃദപരമായിട്ടല്ല ആ പുള്ളിക്കാരത്തി കടന്നു വരുന്നത്. അതായത് ഈ പറയുന്ന അസുറ എന്ന് പറയുന്ന അവരുടെ ലൈവിൽ വെച്ച് ഷെമിയും ജസ്റ്റ് റിലാക്സും സൂഫി സഫറും ലെവൽ 9 ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർക്ക് ഷെമി ആർക്കും പിന്നെ വാഗ്വാദത്തിലൂടെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം വളരെ അറിവുള്ള, എല്ലാ കാര്യത്തിനെക്കുറിച്ചും ജ്ഞാനമുള്ള ഒരാളാണ് ഷെമി. അപ്പോൾ ഷെമിയെ അന്ന് അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തന്നെ അവർ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരും ഷെമിയെ കൂടെ കിടക്കാൻ വിളിച്ചു. അതായത് ഷെമിയുടെ ഭർത്താവ് ഒരു ഹിജറയാണെന്നും ഷെമിയെ സംതൃപ്തനാക്കാൻ കഴിയാത്തവനാണ് അവളുടെ ഭർത്താവെന്നും അതുകൊണ്ട് കൂടെ കിടക്ക്, ഞാൻ ഇന്ന് കൂടെ, അങ്ങനെ ഒരു ലാംഗ്വേജ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല മറ്റു പലരും ആ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അന്ന് ആ അസുറ എന്ന് പറയുന്ന അവരുടെ ലൈവിൽ നിന്നും ഞങ്ങളൊക്കെയും പുറത്ത് പോയ സമയമായിരുന്നു. അവരുടെ ലൈവിലേക്ക് പിന്നെ കയറില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയുമില്ല. ഷെമിയെ ഇവർ ഇങ്ങനെ ആക്രമിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഒരു ലൈവിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ ജസ്റ്റ് റിലാക്സ് എന്ന പേരിന് പകരം എൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നത്
റൈഡർ എന്ന പേരായിരുന്നു. റൈഡർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഞങ്ങളെ എതിർക്കുന്ന ആളാണെങ്കിൽ വളരെ മാന്യമായ സഭ്യമായ ഭാഷയിൽ എതിർക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരാണ് എൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത് എന്ന് ഞാൻ വേറൊരാൾ പറയുമ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടാകുന്നത്. ശരിയാണല്ലോ, ജസ്റ്റ് റിലാക്സ് എന്നാണ് പറയേണ്ടത്. പക്ഷെ അവിടെ എനിക്ക് തെറ്റുപറ്റി. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ റൈഡറിനൊരു മാപ്പും കൊടുത്തിട്ട് മാപ്പും പറഞ്ഞിട്ട്, പക്ഷേ പുള്ളിക്കാരൻ ആ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നോട് ആ പോസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ ഞാൻ ഈ ജസ്റ്റ് റിലാക്സിൻ്റെ പേര് മെൻഷൻ ചെയ്തപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്തോ ഒരു അപമാനമായിട്ട് തോന്നിയിട്ടായിരിക്കാം എൻ്റെ ഇൻബോക്സിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻബോക്സിൽ വന്ന് ഞാനല്ല അത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഇപ്പോൾ അതിനുശേഷം ആരോ ഹൈഡ് ചെയ്തതാണ്, ഞാൻ ബ്ലൂ കൊടുത്ത ആരോ ആണ് ഈ പുള്ളിക്കാരത്തിനെ ഹൈഡ് ചെയ്തത്, ജസ്റ്റ് റിലാക്സിനെ ഹൈഡ് ചെയ്തത്. ഞാൻ ഈ ഇടക്കാലത്തായിട്ട് ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ഞാൻ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെമി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ 1 വയസ്സിന് ഇളയ ആളാണെങ്കിലും അവരെ പേര് പറഞ്ഞ് വിളിക്കാറില്ല. നിനക്കത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മോളെ എന്ന് തന്നെയാണ് വിളിക്കാറ്, മോളെ, മോനെ എന്ന് തന്നെയാണ് വിളിക്കാറ്. അപ്പോൾ ഈ ജസ്റ്റ് റിലാക്സ് എൻ്റെ ലൈവിൽ വന്നപ്പോൾ ഞാൻ മോളെ എന്ന് വിളിച്ചിട്ടുണ്ടാകാം, എനിക്ക് നല്ല ഓർമ്മയില്ല, മോളെ എന്ന് വിളിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഷെമിക്ക് അത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കിയത് ഷെമിയെ അവർ അപമാനിച്ചതിലല്ല, എന്നെ ഒരുപാട് സ്ഥലത്ത് അപമാനിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തിയെ ഞാൻ മോളെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഷെമി എൻ്റെ പെങ്ങളായതുകൊണ്ട് തന്നെ ഷെമിയുടെ വിമർശനങ്ങൾ എൻ്റെ നേരെ ഉന്നയിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട്. ഞാനത് അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ന്യായമായ ഒരു കാര്യമാണ്, ഒരു വിമർശനമാണ് ഷെമി അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഈ പറയുന്ന ജസ്റ്റ് റിലാക്സ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വോയിസ് ഇട്ടപ്പോഴാണ് ഈ കുട്ടി ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ പെണ്ണാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം തന്നെ ഈ പുള്ളിക്കാരത്തിയെ ഞാൻ ശരിക്കും കാർക്കിച്ച് തുപ്പിയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ പെണ്ണായിരുന്നു അല്ലേ, എന്നിട്ടാണോ എൻ്റെ ഷെമിയെ നീ കൂടെ കിടക്കാൻ വിളിച്ചത് എന്ന് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. അവിടെ ഞാൻ അവളെ ഥൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ഞാനൊന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനത് പിൻ ചെയ്യും. അപ്പോൾ അതൊക്കെ സംസാരിച്ച് തീർത്തതിന് ശേഷം ആണ് പുള്ളിക്കാരത്തി ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ ചാനലിൽ ഹൈഡ് മാറ്റി വന്നിട്ടുള്ളത്. പക്ഷെ അവിടെയും ഈ ജസ്റ്റ് റിലാക്സ് തെറ്റിദ്ധരിപ്പിക്കാനാണ്, അതായത് ഷെമി ഈ ഒരു കാര്യം എന്നോട് പറയുമ്പോൾ ഇത് സ്പാമിലാണ് പോയി കിടക്കുന്നത്. പക്ഷെ ആ ഒരു കമൻറ്റ് എനിക്ക് വാല്യബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ വന്ന് ഈ പറയുന്ന ജസ്റ്റ് റിലാക്സ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. പൊന്നുമോളെ, എന്തിനാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? നിന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് എന്നെ അനുകൂലിക്കുന്നു. എൻ്റെ മകളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിക്കണമെന്നില്ലാതെ എൻ്റെ അനുഭവം, എന്നോട് അവൾ കാണിക്കുന്ന സ്നേഹം ഒരു ഉമ്മയോടെന്ന വണ്ണമാണ്. എനിക്ക് അവളോട് തോന്നുന്ന വാത്സല്യം എൻ്റെ മകളോടെന്ന പോലെയാണ്. അപ്പോൾ എൻ്റെ കർമ്മബന്ധത്തിലൂടെ എൻ്റെ മകൾ തന്നെയാണ് ഐഷ നേഹ. അപ്പോൾ നിങ്ങൾക്കറിയാം ഐഷ നേഹയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞിട്ട് ഐഷ നേഹയുടെ വീഡിയോയ്ക്ക് താഴെ ചെന്ന് അവളെ വിമർശിക്കുന്നു. എന്നിട്ട് നജിലയുടെ ലൈവിൽ കയറിയിരുന്ന് എന്നെയും ഐഷ നേഹയെയും തെറി പറയുന്നു ജസ്റ്റ് റിലാക്സ്. ഇത് മാത്രമല്ല, ഈ മല്ലിമുളകും എന്ന് പറയുന്ന ചാനലിൻ്റെ താഴെയുള്ള കമൻറ്റുകളിലും ജസ്റ്റ് റിലാക്സ് എന്നെ അപമാനിക്കുന്ന കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളല്ല അത് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ കുട്ടി എന്നോട് പെണ്ണിൻ്റെ സൗണ്ടിൽ സംസാരിക്കുന്നത് വരെയും ഞാൻ വിചാരിച്ചിരുന്നത് ഇവരാണാണ് എന്നാണ്. ഇവർ പല സ്ഥലത്തും ആണായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. ഇനി അതൊന്നും നമുക്ക് വിഷയമുള്ളൊരു കാര്യമല്ല, ആണോ പെണ്ണോ അത് വിഷയമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇവർ കമൻറ്റുകളിലൂടെ എന്നെയും ഷെമിയെയും ഐഷ നേഹയെയും അപമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അത് ഷെമി ചൂണ്ടിക്കാണിച്ചപ്പോൾ വീണ്ടും നീ അത് ചെയ്തത് എന്താണെന്നറിയാമോ? ഷെമിയെ അപമാനിച്ചു കൊണ്ടാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിനി ലൈഫ് വിത്ത് ജേണി എന്ന് പറയുന്ന മിനിയുടെ വീഡിയോയ്ക്ക് താഴെയും ഇപ്പോഴുമുണ്ട് ജസ്റ്റ് റിലാക്സിൻ്റെ കമൻറ്റുകൾ എന്നെ അപമാനിച്ചുകൊണ്ട്. മോളെ, ഞാൻ പടയാളി തന്നെയാണ്. ഞാൻ ഐഷ നേഹയുടെ
പടയാളി തന്നെയാണ്, അതിലൊരു തർക്കവും ഇല്ല. അപ്പം അങ്ങനെ പടയാളിയായിട്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇമാജിൻ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവരോടൊന്നും ദേഷ്യമില്ല ഷെമി, കാരണം ഇവരുടെ കൾച്ചറാണ് കാണിക്കുന്നത്. നമുക്കതിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് അവർ വരുമ്പോൾ നമ്മൾ അവരെ സ്വാഗതം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഷെമിയേക്കാൾ വലുതല്ല ജസ്റ്റ് റിലാക്സ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഷെമിയേക്കാൾ വലുതല്ല മറ്റൊന്നും എനിക്ക് അത്ര വലുതായിട്ട് ഒരു വാല്യുബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഷെമിയുടെ ന്യായമായ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹതീരത്തിനോട് ക്ഷമിക്കാത്ത ആള് ജസ്റ്റ് റിലാക്സിനോട് ക്ഷമിച്ചിരിക്കുന്നു, ഇത് എന്ത് ന്യായം എന്ന് ചോദിക്കുമ്പോൾ, സ്നേഹതീരത്തിനോട് ഞാൻ സംസാരിച്ചതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് എന്നെ നന്ദി കെട്ടവളെന്ന് വിളിച്ച പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കണ്ടു, മനഃപൂർവ്വം ഞാൻ അതിൽ കമൻ്റ് ഇട്ടില്ല എന്നുള്ളതാണ്. നീ ആ ഒരു സംഭവം അവിടെ ഇട്ടത് ഞാൻ വന്ന് കമൻ്റ് ചെയ്യാനാണ് എന്ന് എനിക്കറിയാമായിരുന്നു, എന്നിട്ട് ഞാൻ മനഃപൂർവ്വം അത് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതായത് അവിടെ മൗനം കൊണ്ട് ഞാൻ നന്ദി കെട്ടവളാണ് എന്നുള്ളത് അയാൾ അവിടെ ചൂണ്ടിക്കാണിച്ചു. ചില സമയങ്ങളിൽ ചിലർ പിന്നെ സംസാരത്തിലൂടെ നമ്മളെ ആക്രമിക്കുമ്പോൾ ചിലർ മൗനത്തിലൂടെയും നമ്മളെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു മൗനം എന്ന് പറയുന്നത് എന്നെ ആക്രമിക്കാൻ ഉപയോഗിച്ച മറ്റൊരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്കത് ക്ഷമിക്കാൻ സാധിക്കാത്തത് ഞാൻ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും പുറത്തു പോയ ആളുകളോടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവർ മുറിവേൽപ്പിച്ചത് എൻ്റെ മനസ്സിനെയാണ്. അങ്ങനെ ഒരു മുറിവേൽപ്പിക്കാൻ ഈ ജസ്റ്റ് റിലാക്സിനോ സൂഫി സഫറിനോ നജിലയ്ക്കോ കഴിഞ്ഞിട്ടില്ല ഷെമി. ഒരുപക്ഷെ നാളെ നീയും ഇതുപോലെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ ചിലപ്പോൾ എനിക്ക് നിന്നോടും ക്ഷമിക്കാൻ കഴിയാതെ വന്നേക്കാം. പക്ഷെ ഇപ്പോൾ നീ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം നിൻ്റെ മനസ്സിലുള്ളത് നീ അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു. എനിക്ക് ആ തെറ്റിദ്ധാരണ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് സാധിച്ചു. നീ എന്നെ മനസ്സിലാക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് റിലാക്സിനോടും എനിക്ക് പറയാനുള്ളത്, നീ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നീ അവിടെ എന്നോട് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. നീ പബ്ലിക്കായിട്ട് ഷെമിയോട് മാപ്പ് പറയണം. കാരണം നീയും ഒരു സ്ത്രീ ആയിരുന്നു. ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയുടെ അഭിമാനത്തെ തൊട്ട് നീ കളിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ അഭിമാനത്തെ നീ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നീ മാപ്പ് പറയണം. അല്ലാത്ത പക്ഷം നീ എൻ്റെ ചാനലിൽ വരാൻ പാടില്ല. അത് എൻ്റെ ഷെമിക്ക് ഇഷ്ടമില്ല. കാരണം ഇനി നീ എൻ്റെ ചാനലിൽ വന്നാലും ഷെമിയുടെ മനസ്സിനേറ്റ ആ മുറിവ് എന്നോടുള്ള വൈരാഗ്യമായി മാറും. ഞാൻ അതിനനുവദിക്കില്ല. നീ ഷെമിയോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ.